വിശദമായ വാർത്തകളിലേക്ക്. ചങ്ങനാശ്ശേരി കുറിച്ചി പഞ്ചായത്തിലെ കോയിപ്പുറം ചാലച്ചിറ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യം ശക്തം. റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പദയാത്ര. ഇത്തിത്താനത്തിന്റെ ശബ്ദം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധത്തിന്റെ ശബ്ദം കടന്നു വരുന്നു. ഇത്തിത്താനത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിലൂടെ കുറിച്ചി പഞ്ചായത്തിന്റെ ഏറ്റവും പ്രമുഖമായ റോഡ് ചാലച്ചിറയിൽ നിന്നും അഞ്ചൽക്കുറ്റിയിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ കാളവണ്ടിപ്പാതകൾ ഞാറക്കാലുകൾ വെട്ടിത്തെളിച്ചുകൊണ്ടുണ്ടാക്കിയ ഈ റോഡിന്റെ പുനർനിർമ്മാണത്തിനായി 10 മാസങ്ങൾക്ക് മുൻപാണ് റോഡ് വെട്ടിപ്പൊളിച്ചത്. എന്നാൽ നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണിപ്പോൾ. നിരവധി വിദ്യാലയങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കും ആശുപത്രികളിലേക്കും പോകുവാൻ നൂറുകണക്കിന് ആൾക്കാരാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്. എന്നാൽ റോഡ് ഇങ്ങനെ തീർത്തും സഞ്ചാരയോഗ്യമല്ലാതായിട്ട് മാസങ്ങളായി. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രക്ഷോഭ പദയാത്ര. കോയിപ്പുറം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പദയാത്ര ഇത്തിത്താനം ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് അശ്വതി ഉദ്ഘാടനം ചെയ്തു. ചാലച്ചിറയിൽ നടന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ റൂബൽ രാജ് നിർവഹിച്ചു. ജലജീവൻ റോഡ് സമരസമിതി ചെയർമാൻ വി ജെ ലാലി മുഖ്യപ്രഭാഷണം നടത്തി. ജലജീവൻ മിഷൻ ഈ റോഡിലൂടെ പൈപ്പ് കുത്തിപ്പൊട്ടിച്ചതുകൊണ്ടാണ് പണി നടക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് കുറേയേറെ കാലം അതിങ്ങനെ കിടന്നു. അതിനുശേഷം വീണ്ടും പറഞ്ഞു KSEB 11 പോസ്റ്റുകൾ അവിടെ ആ റോഡിൽ മാറാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള സമീപനം സ്വീകരിച്ചു. ഈ ജലജീവൻ മിഷൻ കുത്തിപ്പൊട്ടിച്ച റോഡുകൾ പുനഃസ്ഥാപിക്കേണ്ടതും KSEB മാറ്റിയിടേണ്ട പോസ്റ്റുകൾ പണമടച്ച് മാറ്റിയിടേണ്ട ജോലികൾ ചെയ്യേണ്ടതും ആരാണ്? സാധാരണ ജനങ്ങളാണോ? ആരാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഗൗരവമായ ചിന്ത പോയാൽ ഇത് അനാസ്ഥ, സർക്കാരിന്റെ ഗൗരവപൂർണമായ അനാസ്ഥയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. താഴോട്ട് നോക്കി തന്നെ നടന്നില്ലെങ്കിൽ അവിടെ വീഴുന്ന സാഹചര്യത്തിലേക്ക് പോകുന്ന തരത്തിലാണ് റോഡുകൾ. അതിന്റെ അപ്പുറത്തെ ആ കരിങ്ങിന്റെ അപ്പുറത്ത് പുതുതായി പണിത കളിങ്ങിന്റെ അപ്പുറം ചെളിക്കുണ്ടായി മാറിയിരിക്കുന്നു. മഴ പെയ്താൽ ചെളിക്കുണ്ടായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് വളരുകയാണ്. എത്രയും വേഗം ഞങ്ങൾക്ക് PWയോട് അഭ്യർത്ഥിക്കാനുള്ളത്, എത്രയും വേഗം ഈ കാര്യത്തിൽ നടപടിയെടുത്ത് ഈ റോഡ് പണിയാൻ തയ്യാറാവണം. റോഡ് സംരക്ഷണ സമിതി നേതാക്കളായ R രാജഗോപാൽ, ബാബു കോയിപ്പുറം, ഉണ്ണികൃഷ്ണൻ നായർ, ലൂസി ജോസഫ്, അരുൺ ബാബു, ബെറ്റി ജോജോ, മേഴ്സി സണ്ണി, CD വത്സപ്പൻ, വാസുദേവൻ നായർ, KC വിൻസെന്റ് തുടങ്ങി നിരവധി പേർ സമരത്തിൽ പങ്കെടുത്തു. അഴകിന്റെ യൗവനത്തിൽ അശരണരോടൊപ്പം ചേർന്ന് ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ. ക്യാൻസർ രോഗികൾക്ക് സ്വന്തം മുടി മുറിച്ചു നൽകി മാതൃകയായത് ചങ്ങനാശ്ശേരി വാഴപ്പള്ളി സെന്റ് തെരേസാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ. അഴകിൻ്റെ യൗവനത്തിൽ അശരണരോടൊപ്പം ചേർന്ന് പ്രത്യാശയുടെ തിരുനാളമായി സെന്റ് തെരേസാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ സ്വന്തം മുടി മുറിച്ച് ക്യാൻസർ രോഗികൾക്കായി നൽകി. സർഗക്ഷേത്ര വിമൻസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലും വാഴപ്പള്ളി സെന്റ് തെരേസാസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിലും ക്യാൻസർ രോഗികളെ സഹായിക്കുന്നതിനായി ഉന്നാൽ മുടിയും എന്ന കേശദാന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ഫാദർ സിജോ ചേന്നാടൻ മുഖ്യപ്രഭാഷണം നടത്തി. നിങ്ങൾ ഈ ഭൂമിയിൽ എന്തെങ്കിലും അടയാളത്തിൽ പോയാൽ, കാലങ്ങൾ കഴിയാൽ, സൗന്ദര്യം നഷ്ടപ്പെട്ടാൽ, കാര്യശേഷി നഷ്ടപ്പെട്ടാൽ ജനഹൃദയങ്ങളിൽ നിങ്ങൾ ഓർമ്മിക്കപ്പെടും. ഐശ്വര്യയുടെ സൗന്ദര്യമോ റൊണാൾഡോയുടെ കാര്യശേഷിയൊന്നും ഇല്ലാത്ത മദർ തെരേസ ലോകത്തിലെ ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ നീ എന്ന് പറഞ്ഞ മാഗസിൻ ടോപ്പിൽ സെലക്ട് ചെയ്യാനുള്ള കാരണം നമ്മുടെ അടയാളങ്ങളോ ഉള്ള കാര്യശേഷി ആയിരുന്നില്ല. അത് മദർ എന്താണ് ഈ മദർ തെരേസ മദർ വിളിക്കുന്നത്? മദർ തെരേസ കുട്ടികൾക്ക് ശാരീരികമായി ജന്മം നൽകിയിട്ടുണ്ടോ? പക്ഷെ അവരെ മദർ എന്നാണ് വിളിച്ചത്. ഒരു കുഞ്ഞിനെ പോലും അമ്മയെ കിട്ടാതെ, ഒരു കുഞ്ഞിനെ പോലും ജന്മം നൽകാത്ത സ്ത്രീ അമ്മയെ വിളിക്കാൻ കാരണം അവരുടെ പ്രവർത്തികളാണ്. അവർ കർമ്മകൊണ്ട് അടയാളപ്പെടുത്തി കടന്നുപോവുകയാണ്. ഇന്ന് ഈ രീതിയിൽ സംരക്ഷണ ഒരു ചെറിയ ബുദ്ധിമുട്ടാണ്. ഇത് കുറെ നാളായിട്ട് തുടങ്ങിയത് 2008-ലാണ് തുടങ്ങിയത്. 13-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിന്റെ സംഘടനാ പ്രവർത്തകരുടെ ഞങ്ങളിതിന് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ചേർന്നതാണ്. ശരിക്കും ഇതിന്റെ സംഘാടകൻ ബഹുമാനപ്പെട്ട RSS ആണ്. നിങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ആ സാധനത്തിൽ ഞാൻ പങ്കെടുക്കുന്നതാണ്.
ഒരുപാട് നാളായിട്ട് ഈ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് മനുഷ്യർക്ക് ഉപകാരമായി. സർഗക്ഷേത്ര ഡയറക്ടർ ഫാദർ അലക്സ് പ്രായിക്കളത്തിൻ്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങുകൾ. സ്കൂൾ പ്രിൻസിപ്പൽ ഷെജി വർഗീസ്, വനിതാ ഫോറം പ്രസിഡന്റ് സിന്ധു മനോജ്, സെക്രട്ടറി വിൻസി ജോർജ്, ഹെയർ ഡൊണേഷൻ കോർഡിനേറ്റർ ബീന ജോസഫ്, PTA പ്രസിഡന്റ് ജെയിംസ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. വയനാട് ദുരന്ത ബാധിതർക്കായി ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം വക കൈത്താങ്ങ്. ദുരിതാശ്വാസ നിധിയിലേക്ക് 5 ലക്ഷം രൂപ കൈമാറി. ദുരന്തവും ദുരിതവും വിതച്ച വയനാടിന് ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ കൈത്താങ്ങ്. ചക്കുളത്തുകാവ് ട്രസ്റ്റിൻ്റെയും ചക്കുളത്തമ്മ സഞ്ജിനി ആശ്രമം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരിയും കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയും ചേർന്ന് ആലപ്പുഴ സബ് കളക്ടർ സമീർ കൃഷ്ണൻ IAS-നാണ് ചെക്ക് കൈമാറിയത്. ദുരിതബാധിതരായ സഹോദരങ്ങൾക്ക് ഒരു കൈ സഹായം എന്ന നിലയിലാണ് തുക നൽകുന്നതെന്നും ദുരന്തത്തിൽ മരണപ്പെട്ട സഹോദരങ്ങളുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നുവെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. വയനാട്ടിലെ ദുരന്തഭൂമിയിലുണ്ടായ ഒരുപാട് മരണങ്ങളും ഗ്രാമങ്ങൾ തന്നെ ഇല്ലാതാവുകയും ചെയ്ത ഈ പ്രകൃതിക്ഷോഭത്തിൽ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന വയനാട്ടിലെ ജനങ്ങൾക്ക് ക്ഷേത്രത്തിന്റെ വകയായി ചെയ്യാവുന്ന ചെറിയൊരു സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഞങ്ങൾ നൽകുകയാണ്. അവർക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. അതോടൊപ്പം ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. നമ്മുടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ചക്കുളത്തുകാവ് ദേവീക്ഷേത്ര കുടുംബത്തിൽ നിന്നും 5 ലക്ഷം രൂപ നമ്മുടെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ നമ്മുടെ ക്ഷേത്ര തിരുമേനിക്ക് ഭരണകൂടത്തിൻ്റെ പേരിൽ നന്ദി പറയുന്നു. അത് ഏറ്റുവാങ്ങാനായിട്ട് നമ്മുടെ ആലപ്പുഴ സബ് കളക്ടർ ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹത്തിന് ഇത് കൈമാറിയിട്ടുണ്ട്. 5 ലക്ഷം രൂപ. വയനാട്ടിലുണ്ടായ ദാരുണമായ പ്രകൃതിക്ഷോഭത്തില് വളരെയധികം ജനങ്ങൾ ദാരുണമായി മരിക്കുകയും 2-3 ഗ്രാമങ്ങൾ തന്നെ ഇല്ലായ്മയായി തീരുകയും ചെയ്ത അതിഭയങ്കരമായ ഒരു പ്രകൃതിക്ഷോഭമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി ക്ഷേത്രത്തിൽ നിന്നും ചക്കുളത്തമ്മ സഞ്ജീവനി ആശ്രമം ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നും ഒക്കെ ആയിട്ട് 5 ലക്ഷം രൂപ സംഭാവനയായി കളക്ടർ കൈവശം നൽകിയിരിക്കുക. കുട്ടനാട് തഹസിൽദാർ S. അൻവർ, PV ജയേഷ്, ഡെപ്യൂട്ടി തഹസിൽദാർ VS സൂരജ്, രഞ്ജിത്ത് B. നമ്പൂതിരി, ജയസൂര്യ നമ്പൂതിരി, രമേശ് ഇളമൺ നമ്പൂതിരി, അജിത് കുമാർ പിഷാരത്ത്, N. ദേവിദാസ്, D. പ്രസന്നകുമാർ, PK സ്വാമിനാഥൻ, രാജീവ് MP, KS ബിനു തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാടിന്റെ കണ്ണീരൊപ്പാൻ ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തി സ്വരൂപിച്ച പണവും സമാഹരിച്ച പുതിയ വസ്ത്രങ്ങളും ജില്ലാ കളക്ടർക്ക് കൈമാറി. പ്രദേശത്തെ 7 സ്വകാര്യ ബസ്സുകളാണ് ദുരിതബാധിതർക്ക് സഹായധനം കണ്ടെത്താൻ സർവീസ് നടത്തിയത്. മണ്ണഞ്ചേരി റോഷൻ ഗ്രൂപ്പിലെ 6 ബസ്സുകളും അംബികേശ്വരി എന്ന ബസ്സുമാണ് വയനാടിന് സഹായമേകാൻ സർവീസ് നടത്തിയത്. ബസ്സിലെ ജീവനക്കാരുടെ ദിവസവേതനം ഉൾപ്പെടെ ഓടിക്കിട്ടിയ മുഴുവൻ തുകയും വയനാട് ഫണ്ടിലേക്ക് കൈമാറി. 7 ബസ്സുകളിൽ നിന്നായി 93,253 രൂപയും ദുരിതബാധിതർക്കായി അംബികേശ്വരി ബസ് മാനേജർ തൗഫീഖിന്റെ മാതാവ് റഹ്മത്ത് നൽകിയ പുതിയ വസ്ത്രങ്ങളുമാണ് ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന് കൈമാറിയത്. വയനാട്ടിൽ സംഭവിച്ച നഷ്ടങ്ങളെക്കുറിച്ച് നമുക്ക് വളരെയേറെ 380 മരണങ്ങളുണ്ടായി. അതിനോടൊപ്പം തന്നെ ആയി ദാരുണമായ രീതിയിൽ ബോഡി പോലും കണ്ടെത്താൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും ആലപ്പുഴയുടെ ജില്ലയുടെ ഭാഗമായിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു റെസ്ക്യൂ സേനയെ വിട്ടു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ITBയുടെ സപ്പോർട്ടുള്ള കാര്യങ്ങൾ കൊടുത്തു, മെഡിക്കൽ ടീമിൻ്റെ സപ്പോർട്ടുകൾ കൊടുത്തു. അതോടൊപ്പം തന്നെ ഫണ്ട് നമ്മൾ CMDRF വിവിധ രീതിയിലുള്ള ഫണ്ടുകൾ കളക്ട് ചെയ്തിട്ട് ഏകദേശം നല്ലൊരു കണക്കൂടൊക്കെ ആകുമ്പോൾ 1.5 കോടി രൂപയ്ക്ക് മുകളിൽ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷ. ഇനിയും പല ഓഫറുകളും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചുള്ള കരുതലും കൈത്താങ്ങലും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സമൂഹത്തോടുള്ള കടമയുടെ ഭാഗവും കൂടിയാണ്. അപ്പോൾ ഈ ഒരു തരുണത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്ത 2 ഏജൻസികളും പിന്നെ പ്ലസ് അംബിക റോഷൻ തീർച്ചയായിട്ടും അവരുടെ സ്റ്റാഫിൻ്റെ ഉൾപ്പെടെ അതിൻ്റെ ഓണേഴ്സിൻ്റെ ഉൾപ്പെടെ അതിൻ്റെ എല്ലാവരുടെയും തീർച്ചയായിട്ടും അവരുടെ ഒരു ദിവസത്തെ കളക്ഷൻ മൊത്തം ആയിട്ട് തന്നെ ഇതിനായിട്ട് നൽകിയിരിക്കുകയാണ്. 90,000 രൂപ CMDRF അടയ്ക്കുകയും ശേഷം അതോടൊപ്പം തന്നെ എൻ്റെ അമ്മയുടെ വകയായിട്ട് അവർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ, ലേഡീസിന് ആവശ്യമായ വസ്ത്രങ്ങൾ ഉൾപ്പെടെ എടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളിലേക്ക് ഇങ്ങനെയുള്ളൊരു കൈത്താങ്ങലും തള്ളിലേക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ നമുക്ക് നമ്മുടെ കേരളത്തെ ഒന്നിപ്പിച്ച് നിർത്താനായിട്ട് നമുക്ക് ഈ നമ്മുടെ സഹോദരങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ കൈത്താങ്ങാൻ നിൽക്കാനൊക്കെ നമുക്ക് തീർച്ചയായിട്ടും വലിയൊരു നേട്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ആലപ്പുഴയെ സംബന്ധിച്ചുള്ള ഏറ്റവും അഭിമാനമായ ഒരു സമയമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ 2 കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മൾ ഫുഡ് ഐറ്റംസ് ഒന്നും തന്നെ നമ്മൾ വാങ്ങിക്കണമെന്ന് തീരുമാനമെടുത്തിരുന്നു. ആവശ്യമില്ല 500-600 പേരെ ബാധിക്കുന്ന വിഷയമായിട്ട് അത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ മാത്രം നേരിട്ട് ഞാൻ കളക്ടറോട് സംസാരിച്ചപ്പോൾ
ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആ കാര്യങ്ങളൊക്കെ മെഡിക്കൽ. ആലപ്പുഴ RTO AK ദിലു, ജില്ലാ പഞ്ചായത്ത് അംഗം R റിയാസ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CC നിസാർ, ബസ് ഉടമകളായ ഷിബുമോൻ, അനിൽ, റിയാസ്, മൻഷാദ്, സ്വകാര്യ ബസ് തൊഴിലാളികളായ തൗഫിക്, ആഷിഖ്, ഉനൈസ്, വിഷ്ണു എന്നിവർ പങ്കെടുത്തു. KSU പുളുങ്ങുന്ന എഞ്ചിനീയറിംഗ് കോളേജ് യൂണിറ്റ് കമ്മിറ്റിയുടെയും മണ്ഡലം കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വയനാട് ദുരന്തബാധിതർക്കായി പഠനോപകരണങ്ങളും വസ്ത്രങ്ങളും ശേഖരിച്ചു. ശേഖരിച്ച സാമഗ്രികൾ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർക്ക് കൈമാറി. എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം നടന്ന ചടങ്ങിൽ KSU ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് രോഹിത് പാറ്റൂരും ജില്ലാ സെക്രട്ടറി ഷാരോൺ ടിറ്റോയും ചേർന്ന് യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അസലത്തിൽ നിന്നും യൂണിറ്റ് ജനറൽ സെക്രട്ടറി S അഞ്ജനയിൽ നിന്നും പഠനോപകരണങ്ങളും വസ്ത്രങ്ങളും ഏറ്റുവാങ്ങി. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സ്റ്റീവ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സിജിൻ, ഉനൈസ്, സിദ്ധാർത്ഥ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോഷി കൊല്ലാറ, ടോം നടുവിലേടം, ഗ്രാമപഞ്ചായത്ത് അംഗം മനോജ് കാനാച്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് പുളിങ്കുന്ന് മണ്ഡലം പ്രസിഡന്റ് ലിജോ മാത്യു, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അലക്സ് മാത്യു, ജോൺ സി ടിറ്റോ എന്നിവർ പങ്കെടുത്തു. കോപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷന്റെ കീഴിലുള്ള പുന്നപ്ര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നവീകരിച്ച കമ്പ്യൂട്ടർ ലാബ് പ്രവർത്തനം ആരംഭിച്ചു. H. സലാം MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നടത്തുന്ന ആയ പ്രവർത്തനത്തിന് ഒരു പ്രയോറിറ്റി വിദ്യാഭ്യാസ മേഖല കണ്ടുപോകും. പിന്നെ റോഡുകൾ സ്വാഭാവികമായിട്ടുള്ള ഒരു മുഖ്യ പരിഗണന കൊണ്ടുവരുന്നത്. പക്ഷെ വിദ്യാലയങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പോകുന്നത്. ഞാൻ തന്നെ ലാപ്ടോപ്പും കമ്പ്യൂട്ടറുമായി കഴിഞ്ഞ അധ്യയന വർഷം മണ്ഡലത്തിൽ ആദ്യം വിതരണം ചെയ്യപ്പെട്ടത് 1.5 കോടി രൂപയുടെ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും വലിയ സംഖ്യയാണ് ചെലവഴിച്ചത്. അത്രയൊരു വാൾക്കർ കൊണ്ട് വണ്ടയുമായി നമുക്ക് ചെലവഴിച്ച് ശീലമില്ല. പല സമയത്തുള്ളതല്ലാതെ വേണമെങ്കിൽ 1.5 കോടി രൂപ തുടങ്ങിയിട്ട് ഇതിന് പകരം ഏതെങ്കിലും സ്ഥാപനത്തിൽ വിനിയോഗിക്കണം. 1.5 കോടി രൂപ ഉണ്ടാക്കി എക്സലാം MLAയുടെ പണം ഉപയോഗിച്ച് സിസ്റ്റം അങ്ങനെയാണ്. പക്ഷേ നമ്മളിതൊരു പ്രവർത്തനത്തിന്റെ പ്രയോറിറ്റി നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന്റെ മൂല്യം കൂടി കണക്കാക്കിയാണ്. എഡ്യൂക്കേഷൻ സെക്ടറിൽ നമ്മൾ ചെലവഴിക്കുന്ന പണം ഏറ്റവും മൂല്യം ഉള്ളതെന്ന് വെച്ചാൽ വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിക്കുന്ന പണത്തിനാണ് മൂല്യം കൂടി. H. സലാം MLAയുടെ സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്ന് 7.5 ലക്ഷം രൂപ ഉൾപ്പെടെ 15 ലക്ഷം രൂപയാണ് ഇതിനായി അനുവദിച്ചത്. കോളേജ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ റൂബിൻ V. വർഗീസ് അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗം സാജൻ എബ്രഹാം, ഡോക്ടർ MK പ്രശാന്ത്, കേപ്പ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ റൂബി ജോൺ, പ്രൊഫസർ N. സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പുളുങ്ങുന്ന് ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതിയും കേരള സംസ്ഥാന വനിതാ കമ്മീഷനും സംയുക്തമായി സബ് ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചു. അതിക്രമങ്ങളും സ്ത്രീ സുരക്ഷയും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു സെമിനാർ. തിങ്കളാഴ്ച രാവിലെ 11-ന് പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ആരംഭിച്ച സെമിനാർ വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പെൺകുട്ടികൾക്കായിട്ട് ഞങ്ങളൊരു സെമിനാർ ഒരു വലിയൊരു സ്കൂളിൽ ആലപ്പുഴ ജില്ലയിൽ തന്നെ നടത്തുകയുണ്ട്. അവിടെ ജില്ലയിൽ അത്തരം ഒരു സെമിനാറിന് ശേഷം ഒരു ഡോക്ടർ ക്ലാസ് എടുത്തിട്ട് അതിൻ്റെ ഒരു അവലോകനം എന്നുള്ള രൂപത്തിൽ കുട്ടികളോട് അഭിപ്രായം പറയാൻ പറഞ്ഞു. നമുക്ക് കുട്ടികളെയൊക്കെ ഇപ്പോൾ അംഗൻവാടി ടീച്ചേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് ഇടപെടലുകൾ നടത്തി കുട്ടികളെ അടക്കം മുൻനിരയിലെ അവകാശങ്ങൾ പറയുമ്പോൾ തന്നെയാണ് ഇത്തരം അവകാശങ്ങൾക്കെതിരായിട്ട് ഒരു നിസ്സംഗത പാലിക്കുന്ന സന്ദർഭങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, പല വിഷയങ്ങൾക്ക് നേരെ ഒരു സ്ത്രീക്ക് നേരെ ഒരു വിഷയം ഉയർന്നു വന്നാൽ സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ണടച്ച് കളയുന്നു, ഇല്ലേ? അത് നമ്മുടെ കുടുംബത്തിൽ മാത്രമാണെങ്കിൽ മാത്രം നമ്മൾ പ്രതികരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ചില ഉദാഹരണങ്ങൾ പറയാതിരുന്നുകൂടാ. ഉദ്ഘാടന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നീനു ജോസഫ് അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് പത്മകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ജോസഫ് മമ്പൂത്തറ, പത്മജ അഭിലാഷ്, ലീലാമ ജോസഫ്, കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ റേച്ചൽ വർഗീസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. കില റിസോഴ്സ് പേഴ്സൺ KG ശശികല ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. അഖില കുട്ടനാട് പമ്പിംഗ് മോട്ടോർ തൊഴിലാളി യൂണിയൻ AATUC ജനറൽ ബോഡി യോഗം മങ്കൊമ്പിൽ CPI മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ചേർന്നു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് V. മോഹൻദാസ് യോഗം ഉദ്ഘാടനം ചെയ്തു. മക്കളെ ഏതെങ്കിലും ഒരു നിലയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇനി ഈ കായലിന്റെ നടുക്ക് പോയി കിടക്കുന്ന ജോലി വേണോ എന്ന കാര്യത്തിൽ നിങ്ങളിൽ ചിലരെങ്കിലും അങ്ങനെ ആലോചിക്കാതിരിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാനീ പറഞ്ഞ വെർട്ടിക്കൽ പമ്പ് പാടശേഖര സമിതികൾക്ക് കൊടുക്കുമ്പോഴും ഈ
പമ്പ് ഓപ്പറേറ്റ് ചെയ്യാൻ ആൾ വേണം. അപ്പൊ തൊഴിലില്ലായ്മ വ്യാപകമായി വരുന്നെങ്കിൽ ഈ മേഖലയിലെ ആളുകളെ, ഇപ്പോൾ ജോലി ചെയ്യുന്നവരെ മാറ്റി നിയമിക്കുവാനുള്ള നടപടികൾ കൂടി ആവശ്യമായി വരും. അങ്ങനെ മാറ്റി നിയമിക്കണമെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നത് ആരൊക്കെയാണെന്നുള്ളതിന് വ്യവസ്ഥയും വെള്ളിയാഴ്ചയും വേണ്ടി വരും. ഇപ്പോൾ പ്രൈവറ്റ് മേഖലയിലെ മോട്ടോർ ട്രാൻസ്പോർട്ട് ദേശസാൽക്കരിച്ച് KSRTC ഏറ്റെടുത്തപ്പോൾ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്തിരുന്ന സ്വകാര്യ ബസ്സുകളിൽ ജോലി ചെയ്തിരുന്ന ആളുകളെ ഒരു ബസ്സിന് 3 പേര് എന്ന ക്രമത്തിൽ KSRTC ഏറ്റെടുത്തിരുന്നു. യോഗത്തിൽ അഖില കുട്ടനാട് പമ്പിംഗ് മോട്ടോർ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് ND ഉദയകുമാർ അധ്യക്ഷനായിരുന്നു. CPI കുട്ടനാട് മണ്ഡലം സെക്രട്ടറി TD സുശീലൻ, സെക്രട്ടേറിയറ്റ് അംഗം മുട്ടാർ ഗോപാലകൃഷ്ണൻ, AITUC മണ്ഡലം സെക്രട്ടറി KV ജയപ്രകാശ്, പ്രസിഡന്റ് B ലാലി, അഖില കുട്ടനാട് പമ്പിംഗ് മോട്ടോർ തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി PV സൂനോസ് എന്നിവർ സംസാരിച്ചു. പമ്പിംഗ് മോട്ടോർ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട വേതന വർധനവ് നേടിയെടുക്കുവാൻ യൂണിയന് കഴിഞ്ഞെന്ന് യോഗം വിലയിരുത്തി. ലളിതമായ ജീവിതവും ഹൃദ്യമായ പെരുമാറ്റവും പുലർത്തുന്നവർ എക്കാലവും ജനഹൃദയങ്ങളിൽ ജീവിക്കുമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ ഫാദർ ജോസഫ് ആണിയപുരയ്ക്കൽ. അന്തരിച്ച സിറിയ കുട്ടംപേരൂരിന്റെ പേരിൽ ചങ്ങനാശ്ശേരി പൗരാവലി നടത്തിയ അനുശോചന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു വികാരി ജനറൽ. അനുശോചന യോഗത്തിൽ ഡോക്ടർ റൂബിൾ രാജ് അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ജോബി, NSS ഡയറക്ടർ ബോർഡ് മെമ്പർ ഹരികുമാർ കോയിക്കൽ, നഗരസഭാ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ്, ചാൾസ് പാലത്തറ, MH ഹനീഫ, ബെന്നി ചിറയിൽ, ജോൺസൺ പ്ലാത്തോട്ടം, സണ്ണി തോമസ്, ജോസുകുട്ടി നെടുമുടി, ജോസഫ് പായിക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. സാംസ്കാരിക രംഗങ്ങളിലെല്ലാം മികച്ച സേവനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് നമ്മൾ മൺമറഞ്ഞു പോയ ഒരു വ്യക്തിത്വം. നമുക്കറിയാം, നല്ല മനുഷ്യർ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അവർ ചെയ്ത നന്മ പ്രവൃത്തികൾ അതെന്നും നമ്മൾ ഓർമ്മിക്കുകയും അവർ കാണിച്ച നല്ല വഴികളിലൂടെ അവർ കാണിച്ച നല്ല മാർഗങ്ങൾ നമ്മൾ പിന്തുടരുമ്പോൾ അവരെന്നും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ഉമ്മച്ചായനും അതിനൊരു ഉത്തമ മാതൃക തന്നെയാണ്. സമൂഹത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും നല്ല നല്ല സേവനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തുകൊണ്ട് നീതികേടിനെതിരെ ശബ്ദമുയർത്തിയ ചങ്ങനാശ്ശേരിയിലെ ആദ്യകാല മാധ്യമ പ്രവർത്തകനായിരുന്നു സിറിയ കുട്ടംപേരൂർ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാന്നാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിശക്കുന്നവന് ഒരു നേരത്തെ ഭക്ഷണം എന്ന പദ്ധതി 2ാം വർഷവും നടപ്പിലാക്കി. മാവേലിക്കര ജീവകാരുണ്യ പ്രവർത്തക കൂട്ടായ്മയുടെ അക്കോക്ക് വിശപ്പുരഹിത ഭക്ഷണ അലമാരയിൽ യൂണിറ്റ് അംഗങ്ങൾ പൊതിച്ചോറും ദാഹജലവും സജ്ജീകരിച്ചു. സമൂഹത്തിൽ നിരവധി ആൾക്കാർ ആഹാരത്തിനായി അലയുന്നുണ്ട്. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അക്കോക്ക് വിശപ്പുരഹിത ഭക്ഷണ അലമാര. അസോസിയേഷൻ യൂണിറ്റ് അംഗങ്ങൾ പൊതിച്ചോറും ദാഹജലവും അലമാരയിൽ സജ്ജമാക്കി. ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗം AKPA ജില്ലാ കമ്മിറ്റി അംഗം സാനു ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു. കരുണയും ഒരു വീട് ആണ് നമ്മുടെ ഈ ലോകം. ഈ ലോകത്ത് എല്ലാ ഇങ്ങനെയൊക്കെയുള്ള സേവന സംഘം ഉണ്ടാകട്ടെ. അത് ഏറ്റെടുത്ത മാന്നാർ യൂണിറ്റ് കമ്മിറ്റി ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം എല്ലാ വർഷവും ഇതുപോലെ ഇത് ചെയ്യാനും, ഇത് മാത്രമല്ല ഇതിൽ നിന്നും മിച്ചം പിടിച്ച അംഗങ്ങളുടെ സഹകരണത്തിൽ നിന്ന് മിച്ചം പിടിച്ച പണം നമ്മുടെ വയനാട് ദുരന്തത്തിന് സംഭാവന ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുപോലെയുള്ള നല്ല മനസ്സുകൾ, സുമനസ്സുകളുടെ സംഘടനയുടെ ആ ഒരു കെട്ടുറപ്പിൽ നിന്നുകൊണ്ട്, സംഘടനയുടെ ആ അടിത്തറയിൽ നിന്നുകൊണ്ട് ആർക്കൊക്കെ എവിടൊക്കെ സഹായം എത്തിക്കാൻ കഴിയുമോ ഇതൊക്കെ ചെയ്യാനുള്ള നമ്മുടെ ഈ മനോഭാവം ഇത് കാലാകാലങ്ങളായി സംഘടന വളർത്തിക്കൊണ്ട് വന്ന ഒരു മഹത്തായ കർമ്മമാണ്. ഇത് വളരട്ടെ, ഇത് പുലരട്ടെ. യോഗത്തിൽ അസോസിയേഷൻ മാന്നാർ യൂണിറ്റ് പ്രസിഡന്റ് നിയാസ് അധ്യക്ഷനായിരുന്നു. യോഗത്തിന് ശേഷം ഭക്ഷണ വിതരണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി സാമു ഭാസ്കർ, ജില്ലാ കമ്മിറ്റി അംഗം ഗിരീഷ് ഓറഞ്ച്, മേഖലാ ട്രഷറർ സാമുവൽ PJ, അക്കോക്ക് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് മാജിക് സുനിൽ, മേഖലാ PRO ജിതേഷ് ചെന്നിത്തല, മേഖലാ കമ്മിറ്റി അംഗം ജോർജ് ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ വർഷം ഇതുകൂടെ തന്നെ ഇവിടെ വെച്ച് തന്നെ വിശക്കുന്നവന് ഒരു നേരത്തെ ഭക്ഷണം എന്നൊരു പദ്ധതി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിദേശേട്ടൻ പ്രസിഡന്റ് എന്ന സമയത്ത് തുടക്കം കുറിച്ചതാണ്. അത് ഈ വർഷവും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. 2ാമത്തെ വർഷവും ഇതേ സമയം തന്നെ നമ്മൾ വിശക്കുന്നവന് ഒരു നേരത്തെ ഭക്ഷണം എന്ന പദ്ധതി മാവേലിക്കര അക്കോക്ക് ചാറ്റുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മൾ നടത്തുകയാണ്. അപ്പം അതിൻ്റെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കുറിച്ചി അദ്വൈത വിദ്യാശ്രമം ഹയർ സെക്കൻഡറി സ്കൂളിൽ പെൺകുട്ടികൾക്കായി സ്വയം പ്രതിരോധ പരിശീലന ക്ലാസ് നടത്തി. നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. സിവിൽ പോലീസ് ഓഫീസർമാരായ SP പ്രസീജ, NS നീതുദാസ് എന്നിവർ ക്ലാസ് നയിച്ചു.
സ്കൂൾ പ്രിൻസിപ്പൽ ജെ നിമ്മി, അധ്യാപികമാരായ കെ ടി നിഷാകുമാരി, സുജാത, ഗായത്രി, ജയലക്ഷ്മി, NSS വോളണ്ടിയർ ദേവപ്രിയ എന്നിവർ ക്ലാസുകൾ ഏകോപിപ്പിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് എടത്തുവ എലൈറ്റ് സർവീസ് പ്രോജക്ടിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ വിതരണം ചെയ്തു. സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ 7 കുട്ടികൾക്കാണ് സൈക്കിളുകൾ നൽകിയത്. ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ആർ വെങ്കടാചലം വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് ജോസി പറത്തറ അധ്യക്ഷനായിരുന്നു. എടത്തോപ്പള്ളി വികാരിയും സ്കൂൾ മാനേജരുമായ ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ ഹെഡ്മിസ്ട്രസ് പ്രിയ ഫിലിപ്പ്, ക്ലബ് അംഗങ്ങളായ ജോസഫ് ചുടുകാട്ടിൽ, ഫിലിപ്പ് ജോർജ്, ടി.ഡി. സക്കറിയ, ജോസി കുര്യൻ, KM മാത്യു, സാബു വെളിയനാട്, VK സജു, സുരേഷ് വഞ്ചിപ്പാലം തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6385 രൂപ, പവന് 51,080 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.